الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير لعلكم تفلحون പരിശുദ്ധമായ അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 77-ാമത്തെ വചനമാണ് ഈ ഖുതുബയുടെ ആമുഖമായി ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ സഹോദരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് വിശ്വാസികളെ വിളിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന ഏതാനും ചില കാര്യങ്ങളാണ്. ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ 4 തൂണുകൾ, ഒരാൾ വിജയിക്കണമെങ്കിൽ അയാളിൽ ഉണ്ടാകേണ്ട 4 ഗുണങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. വിജയമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ, പ്രത്യേകിച്ച് പരലോകത്തുള്ള വിജയം, ആ വിജയം ആഗ്രഹിക്കുന്ന, അത് പ്രതീക്ഷിക്കുന്ന, അത് കൊതിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ ഈ ആയത്തിൽ പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ അല്ലാഹു ആയത്ത് അവസാനിപ്പിച്ചതുപോലെ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയികളായേക്കാം, വിജയം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് അല്ലാഹു പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വിജയം ആഗ്രഹിക്കുന്നവരാണ്, പരലോകത്ത് രക്ഷപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. ആ ചിന്തയുള്ള നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ട, പ്രാവർത്തികമാക്കേണ്ട വചനമാണ് സൂറത്തുൽ ഹജ്ജിലെ 77-ാമത്തെ ആയത്ത്. 4 കാര്യങ്ങളാണ് അല്ലാഹു ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഒന്ന്, യാ അയ്യുഹല്ലദീന ആമനു എന്ന അഭിസംബോധന നമ്മൾ പല ഖുതുബകളിലും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു അഭിസംബോധന കേട്ടാൽ തൊട്ടടുത്ത ആയത്തുകൾ, തൊട്ടടുത്ത വാചകങ്ങൾ, കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനോ ഒഴിവാക്കാനോ ഉള്ളതായിരിക്കും. ഈ ആയത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും പ്രാവർത്തികമാക്കാനുള്ളതാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശ്വാസം സ്വീകരിച്ച ആളുകളെ വിളിച്ചുകൊണ്ട് പറയുന്നു, വിശ്വാസികളെ
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ 4 കാര്യങ്ങൾ പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾക്ക് വിജയിക്കാം. ഏതൊക്കെയാണ് 4 കാര്യങ്ങൾ? അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസം സ്വീകരിച്ച ആളുകളെ, ഇർകഉ വസ്ജുദു വഅബുദു റബ്ബക്കും വഫ്അലുൽ ഖൈറ. ഇതാണ് ഈ 4 കാര്യങ്ങൾ. ഒരുപക്ഷെ ഇതിലെ പദങ്ങളൊക്കെ നമുക്ക് പരിചയമുള്ള പദങ്ങളാണ്. ഒന്നാമതായി അല്ലാഹു പറയുന്നത് ഇർകഉ വസ്ജുദു, നിങ്ങൾ റുകൂഅ് ചെയ്യണം, സുജൂദ് ചെയ്യണം. അപ്പൊ വിജയികളായ ആളുകളുടെ ആദ്യത്തെ 2 അടയാളങ്ങൾ അവർ റുകൂഅ് ചെയ്യുന്നവരാണ്, സുജൂദ് ചെയ്യുന്നവരാണ് എന്നുള്ളതാണ്. മൂന്നാമത്തത് വഅബുദു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇബാദത്ത് ചെയ്യണം, ആരാധനകൾ അനുഷ്ഠിക്കണം. വഫ്അലുൽ ഖൈറ, നന്മ നിങ്ങൾ പ്രവർത്തിക്കുകയും വേണം. അപ്പൊ നോക്കൂ, നിങ്ങൾ വളരെ എളുപ്പമുള്ള, ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കിയാൽ നമുക്ക് വിജയികളാകാൻ സാധിക്കുമെന്നാണ് ഖുർആൻ പറയുന്നത്. നിങ്ങൾ റുകൂഅ് ചെയ്യുന്ന, സുജൂദ് ചെയ്യുന്ന, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന, നന്മകൾ പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയികളാകാൻ സാധിക്കുമെന്ന് ഖുർആൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഈ 4 കാര്യങ്ങളെ ഒന്ന് ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. കാരണം വിജയം നേടിത്തരുന്ന കാര്യങ്ങളാണ്. അപ്പൊ പൂർണ്ണമായും അതിന്റെ ആ സത്ത ഉൾക്കൊണ്ടുകൊണ്ട്, അതിന്റെ കാമ്പ് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കത് ചെയ്യാൻ സാധിക്കണം. ആ അമലുകൾ പ്രാവർത്തികമാക്കാൻ സാധിക്കണം. അപ്പോഴാണ് നമുക്ക് വിജയം നേടിയെടുക്കാൻ സാധിക്കുന്നത്. അതിലെ ഒന്നാമത്തെയും 2ാമത്തെയും കാര്യം റുകൂഉം സുജൂദുമാണ്. അതിന്റെ അർത്ഥം എന്താണ്? റുകൂഉം സുജൂദും ഉള്ളത് നമസ്കാരത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമസ്കരിക്കുന്ന ആളുകൾക്കാണ് വിജയം. നമസ്കാരം നിലനിർത്തുന്ന ആളുകൾക്ക് വിജയമുണ്ട് എന്ന് വേണമെങ്കിൽ അതിലെ 2 കാര്യങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ, ആ അധ്യായത്തിന്റെ 1ാമത്തെ വാചകം തന്നെ, ആയത്ത് തന്നെ അല്ലാഹു പറയുന്നത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ, മുഅ്മിനുകളായ ആളുകൾ വിജയിച്ചിരിക്കുന്നു എന്നാണ്. വിജയിച്ച ആളുകൾ മുഅ്മിനുകളാണ്. എന്താണ് ആ മുഅ്മിനുകളുടെ ഗുണം? ആ മുഅ്മിനുകളുടെ ഗുണമാണ് തൊട്ടടുത്ത ആയത്തുകളിലൂടെ അല്ലാഹു വിശദീകരിക്കുന്നത്. അതിൽ ആദ്യം തന്നെ പറഞ്ഞത് അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരവരുടെ നമസ്കാരത്തിൽ ഭക്തിയുള്ള ആളുകളാണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ കേവലം നമസ്കരിക്കുക എന്നല്ല, ഭക്തിയോടുകൂടെ നമസ്കരിക്കുന്ന ആളുകൾ അവർ വിജയികളാണ്. ഈ ആയത്തിൽ അല്ലാഹു എന്താ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു ഇർകഉ വസ്ജുദു, നിങ്ങൾ റുകൂഅ് ചെയ്യണം, നിങ്ങൾ സുജൂദ് ചെയ്യണം. അഥവാ നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഭക്തിയോടുകൂടെ അതിന്റെ കൃത്യമായ രീതിയിൽ നമ്മൾ നിർവഹിക്കുകയാണെങ്കിൽ നമുക്ക് വിജയികളാകാൻ പറ്റുമെന്ന് ഖുർആൻ പല ആയത്തുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റഅസുൽ അംറിൽ ഇസ്ലാം. റഅസ് എന്ന് പറഞ്ഞാൽ തല എന്നർത്ഥം, എല്ലാവർക്കും അറിയാം. റഅസുൽ അംറിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ തലകളിൽപ്പെട്ട, ഇസ്ലാമിന്റെ കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഗൗരവമുള്ള കാര്യം എന്ന് പറയുന്നത് അതൊരു പ്രയോഗമാണ്. ഇസ്ലാമിലെ റഅസ്, തല എന്താണ്? ഇസ്ലാമിന്റെ തല എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം കാര്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്ലാമാണ്, ഷഹാദത്ത് കലിമയാണ്. എന്നിട്ട് പറഞ്ഞു ഉമൂദുഹു, അതിന്റെ തൂണ്. ഈ ദീനിന്റെ, ഇസ്ലാമിന്റെ തൂണെന്ന് പറഞ്ഞാൽ അസ്വല, അത് നമസ്കാരമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ വായിക്കാൻ പറ്റും. അപ്പൊ ഇസ്ലാമിന്റെ തല എന്ന് പറയും, ദീനിന്റെ തല എന്ന് പറയുന്നത് അതെന്താണ്? അത് ഇസ്ലാമാണ്, ഷഹാദത്ത് കലിമയാണ്. അതിന്റെ തൂണോ അത് നമസ്കാരമാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നോക്കൂ, നിങ്ങൾ ഒരു കെട്ടിടത്തിന്റെ തൂണ് തകർന്നാൽ ആ കെട്ടിടം വീട് പോകുന്നത് പോലെ നമസ്കാരമില്ലാത്തവന്റെ ഇസ്ലാമിക ജീവിതം അത് തകർന്നടിയുമെന്നാണ്. ഒരു കെട്ടിടത്തിന്റെ തൂണാണ് ആ കെട്ടിടത്തെ നിലനിർത്തുന്നത്. നമുക്കറിയാം അതിന്റെ തറ എന്താണ്? തറ ഇസ്ലാമാണ്, ഷഹാദത്ത് കലിമയാണ്. അതിന്റെ മുകളിൽ മേൽക്കൂര നിൽക്കുന്നത് തൂണുകളിലാണ്. ആ തൂണുകളില്ല എങ്കിൽ മേൽക്കൂരയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാളുടെ ഇസ്ലാം പരിപൂർണമാകണമെങ്കിൽ, ഒരാളുടെ ഇസ്ലാം ശരിയാകണമെങ്കിൽ, വിശ്വാസമുള്ള ഒരാൾ അയാളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഇബാദത്താണ് നമസ്കാരം എന്ന് പറയുന്നത്. ആ നമസ്കാരം നിലനിർത്തിയാലോ പരലോകത്ത് നമുക്ക് വിജയിക്കാൻ പറ്റും. അതാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി സ്വലാത്തുഹു. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം അമലുകളുടെ കൂട്ടത്തിൽ, കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം വിചാരണ ചെയ്യുന്ന നിസ്കാരമായിരിക്കും, നമസ്കാരമായിരിക്കും. സഹോദരങ്ങളെ, ഈ വിഷയം ഇന്ന് നമ്മൾ പറയാൻ കാരണം, കഴിഞ്ഞ ഒരു മാസക്കാലം നിരന്തരം പള്ളികളുമായി ബന്ധപ്പെട്ട ആളുകളാണ് നമ്മൾ. നമസ്കാരത്തിൽ വീഴ്ചയില്ലാതെ ശ്രദ്ധിച്ച ആളുകളാണ് നമ്മൾ. എന്നാൽ സാധാരണ വിശ്വാസികളായ ആളുകളിൽ മഹാഭൂരിപക്ഷം ആളുകളും റമദാൻ കഴിയുന്നതോടുകൂടെ നമസ്കാരത്തിന് അകലാറുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരലോകമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ നമസ്കാരമാകുന്ന ഇബാദത്ത്
അത് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തേണ്ട ഒരു ആരാധനയാണ്. നിസ്കരിക്കണം എന്നല്ല ഖുർആന്റെ കൽപ്പന. വിശുദ്ധ ഖുർആനിൽ എവിടെയും നിങ്ങൾ നമസ്കരിക്കണം എന്ന കൽപ്പന കാണില്ല. സക്കാത്തിനെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ സക്കാത്ത് കൊടുക്കണം എന്നാണ്, നോമ്പ് നോൽക്കണമെന്നാണ്. എന്നാൽ നമസ്കാരത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് അഖീമുസ്സലാ, നമസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണം വരുവോളം എന്ത് ചെയ്യണം? നിസ്കരിച്ചുകൊണ്ടിരിക്കണം, ആരാധനകൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ നമസ്കാരം എന്ന് പറയുന്നത് പ്രായപൂർത്തി എത്തിയ ഒരു മനുഷ്യൻ അവന്റെ മരണം വരെ സുബോധമുള്ള മുഴുവൻ സമയങ്ങളിലും അവൻ നിലനിർത്തേണ്ട ഒരു ആരാധനയാണ്. ഏതെങ്കിലും ഒരു സമയത്തല്ല, മരണം വരെ കൊണ്ടു നടക്കേണ്ട ആരാധനയാണ്. ആ ആരാധന പരലോകത്ത് നമുക്ക് വിജയം നേടിത്തരുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആരാധനകളിൽ മുഴുകുക എന്നുള്ളതാണ്. ഒന്നാമത്തെ വിഷയം റുകൂഉം സുജൂദുമാണ്. മൂന്നാമത്തെ കാര്യം വഅബ്ദു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇബാദത്ത് ചെയ്യണം. വിജയിക്കുന്ന ആളുകളുടെ മൂന്നാമത്തെ ഗുണമാണത്, റബ്ബിനെ ആരാധിക്കുക. അതെന്താണ് ഈ ആരാധന എന്ന് പറഞ്ഞാൽ? അള്ളാഹു നമ്മളെ പടച്ചത് അവനെ ആരാധിക്കാനാണ്. ജിന്നുകളെയും മനുഷ്യരെയും നാം സൃഷ്ടിച്ചിട്ടേ ഇല്ല എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ അബ്ദാണ്, അള്ളാഹുവിന്റെ അടിമകളാണ്, അള്ളാഹുവിന്റെ ദാസന്മാരാണ്. അപ്പൊ നമ്മുടെ കടമ എന്താണ്? നമ്മുടെ യജമാനനായ നമ്മുടെ റബ്ബായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അപ്പൊ എന്താണ് ഈ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ? മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇബാദത്തിനെ നിർവചിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് അൽ ഇബാദത്തു ഹിയ ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർദാഹു മിനൽ അഖ്വാലി വൽ അഅമാലിൽ ളാഹിറതി വൽ ബാത്തിന. ഇന്ന് ലോകത്ത് ഇബാദത്തിന് നൽകപ്പെട്ട നിർവചനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മനോഹരമായ ഒരു നിർവചനമാണ് മഹാപണ്ഡിതനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ നിർവചനം. എന്താ അദ്ദേഹം പറയുന്നത്? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആ ഇബാദത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നതും തൃപ്തിപ്പെടുന്നതുമായ എല്ലാ വാക്കുകളെയും പ്രവർത്തികളെയും ഉൾക്കൊള്ളുന്ന ഒരു പൊതുനാമമാണ് ഇബാദത്ത് എന്നുള്ളത്. അപ്പൊ എന്താ ഇബാദത്ത് പറഞ്ഞാൽ? അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അവൻ തൃപ്തിപ്പെടുന്ന എല്ലാ വാക്കുകളും പ്രവർത്തികളും അത് ഇബാദത്താണ്. അള്ളാഹു ഇഷ്ടപ്പെടണമെങ്കിൽ അത് ദീനിലുള്ളതാകണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാകണം. അപ്പൊ നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നു, അത് ഇബാദത്താണ്. നമ്മൾ അള്ളാഹുവിന് പ്രതീക്ഷ അർപ്പിക്കുന്നു, അത് ഇബാദത്താണ്. നമ്മൾ ഒരാളോട് പുഞ്ചിരിക്കുന്നു, അത് ഇബാദത്തായ പുഞ്ചിരിയുണ്ട്. എന്നാൽ അയാള് നമ്മളെ കാണുമ്പോൾ ഞാൻ അയാളോട് പുഞ്ചിരിച്ചിട്ടില്ല എങ്കിൽ നാളെ അയാൾ എന്നെ പരിഗണിക്കില്ല എന്ന രീതിയിൽ നമ്മൾ ചിരിച്ചാലോ അത് ഇബാദത്തിന്റെ ദറജയിൽ നിന്ന് മാറും. അത് നമുക്ക് പരലോകത്ത് കുറ്റം കിട്ടുന്ന ഒരു അമലായി മാറും. കാരണം എന്താ? നമ്മുടെ ലക്ഷ്യം വേറെയാണ്, റിയാ ആണ്, ലോകമാന്യതയാണെങ്കിലും അതുപോലെയുള്ള ലക്ഷ്യമാണ്. നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മം ഇബാദത്താകുന്നത് ഒന്ന് ദീനിലുള്ളതാകണം, രണ്ട് അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ചെയ്യുമ്പോഴാണ് ഒരു കാര്യം ഇബാദത്തായി മാറുന്നത്. പണ്ഡിതന്മാരെ അതിനെ ഒന്നുകൂടെ വിശദീകരിച്ചു തന്നു. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അത് കമാലുൽ മഹബ്ബ. എന്താണെന്ന് പറഞ്ഞാൽ പൂർണ്ണമായ സ്നേഹത്തോടു കൂടെ നമ്മളൊരു കാര്യം ചെയ്യാം. ഉദാഹരണത്തിന് അള്ളാഹുവോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹത്തോട് വേണം നമ്മൾ ആ കാര്യം. നമ്മൾ നിസ്കരിക്കുമ്പോൾ പരിപൂർണമായി അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് നിസ്കരിക്കാൻ പറ്റണം. നമ്മൾ നോമ്പ് നോൽക്കുമ്പോൾ, നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോൾ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട്, അള്ളാഹുവിന് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിനെ ആദരിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ അപ്പോഴാണ് എന്ത് ചെയ്യുക? കമാലുൽ മഹബ്ബ, അതിലൊരു സ്നേഹം ഉണ്ടാകണം നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ. അതേപോലെ തന്നെ കമാലുൽ ഖൗഫ്, പേടി ഉണ്ടാകണം. എന്താ പേടി? പൂർണ്ണമായ ഭയം ഉണ്ടാകണം. അള്ളാഹുവിന്റെ ശിക്ഷയെയും അവന്റെ പ്രീതി നഷ്ടപ്പെടുന്നതിനെയും പേടിക്കണം. ഞാൻ എന്റെ നിസ്കാരത്തിൽ അശ്രദ്ധ കാണിച്ചാൽ പടച്ചോൻ എന്നെ പരിഗണിക്കൂല, എന്റെ നമസ്കാരം പൂർണ്ണമാവുകയില്ല. കാരണം ഖുശൂഓടുകൂടെയാണ് നിസ്കരിക്കാൻ അള്ളാഹു പറഞ്ഞത്. അപ്പൊ നോക്കൂ, നിങ്ങളുടെ ഒരു പേടി വരികയാണ്. ആ പേടി എന്താ? അള്ളാഹുവിനോടുള്ള ഭയം കാരണമാണ്. അതെന്താണ്? അത് ഇബാദത്തിന്റെ ഭാഗമാണ് എന്നാണ് പറയുന്നത്. മൂന്നാമതായി പറഞ്ഞ കമാലുർ റജ, പൂർണ്ണമായ പ്രതീക്ഷ ഉണ്ടാകണം. എന്താ ഈ പൂർണ്ണമായ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന്റെ പ്രതിഫലത്തെയും കാരുണ്യത്തിലും ഒരു വിശ്വാസി പ്രതീക്ഷ അർപ്പിക്കണം. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. ആ ഇബാദത്തുകൾ നമ്മൾ ചെയ്യണമെന്നാണ് അള്ളാഹു നമ്മോട് പറയുന്നത്. വിജയിക്കണം, ഇബാദത്തുകൾ ഉണ്ടാകണം. ആളുകളെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്ന ഇബാദത്താണ്, ആളുകളെ സഹായിക്കുന്നത് ഇബാദത്താണ്. അവിടെയൊന്നും റിയാവ് വരാൻ പാടില്ല. നമസ്കരിക്കുന്നത്, സക്കാത്ത് കൊടുക്കുന്നത്, മാതാപിതാക്കളെ പരിഗണിക്കുന്നത്, അയൽവാസിയെ സ്നേഹിക്കുന്നത്, ഇങ്ങനെ എണ്ണി നമുക്ക് ഇബാദത്തുകൾ പറയാൻ പറ്റും. ആ ഇബാദത്തുകൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വർദ്ധിപ്പിക്കുകയാണ് എങ്കിൽ നമുക്ക് വിജയികളാകാൻ സാധിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയികളുടെ മൂന്നാമത്തെ ഗുണമായിക്കൊണ്ട് പറയുന്നത്. നാലാമത്തെ ഗുണം എന്താ? നന്മ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഫഅലുൽ ഖൈറ, നന്മകൾ പ്രവർത്തിക്കണം. നന്മ പ്രവർത്തിക്കുക എന്നുള്ളത് വിജയം വരിക്കുന്ന ആളുകളുടെ ഗുണമാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വഅഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. വഅഹ്സിനു, നിങ്ങൾ ഇഹ്സാൻ ചെയ്യണം, നന്മകൾ പ്രവർത്തിക്കണം. എന്നിട്ട് അതിന്റെ കൂടെ പറഞ്ഞെന്താ? ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു മുഹ്സിനുകളായ ആളുകളെ, നന്മ ചെയ്യുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കടമ എന്താണ്? വിജയം ആഗ്രഹിക്കുന്ന ആളുകൾ അവർക്ക് ലഭിക്കുന്ന ആയുസ്സിൽ നന്മകൾ വർദ്ധിപ്പിക്കണം. നന്മ ചെയ്യുകയാണെങ്കിൽ അള്ളാഹ്ക്ക് നമ്മളെ ഇഷ്ടമാണ്. നന്മയുടെ വലുപ്പ ചെറുപ്പമല്ല. ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ രീതിയിലാണ് നന്മകൾ ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഒരു അണുമണി തൂക്കം, ഒരു ചെറിയ നന്മയുമായി നാളെ പരലോകത്ത് ഒരാൾ വന്നാൽ അതിന്റെ ഫലം അവൻ കാണുമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ പഠിപ്പിക്കും. അപ്പൊ നന്മ ചെറുതാകട്ടെ വലുതാകട്ടെ, നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ട് സാധ്യമാകുന്ന നന്മകൾ നമ്മൾ ചെയ്യണം. ഈ നന്മകൾ നമ്മൾ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വിജയികളാകാൻ പറ്റും. അപ്പൊ നോക്കൂ, നിങ്ങൾ നമസ്കരിക്കുന്ന, നമസ്കാരത്തിൽ റുക്കൂ ചെയ്യുന്ന, സുജൂദ് ചെയ്യുന്ന, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന, നന്മകൾ പ്രവർത്തിക്കുന്ന ആളുകളാണ് എങ്കിൽ നമുക്ക് ആരാകാൻ പറ്റും? ലഅല്ലക്കും തുഫ്ലിഹൂൻ, നമുക്ക് വിജയികളാകാൻ പറ്റും. അപ്പൊ നമ്മൾ പരിശോധിക്കേണ്ടത് വിജയികളുടെ അടയാളമായി ഖുർആൻ പറഞ്ഞ ഈ 4 കാര്യങ്ങൾ എന്റെ ജീവിതത്തിലുണ്ടോ? അതിൽ സൂക്ഷ്മത പാലിക്കാൻ, അതിന്റെ ഏറ്റവും പൂർണ്ണമായ രീതിയിൽ അത് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒറ്റ ഉദാഹരണം പറയാം. ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഒരു നന്മയാണ്. എന്താണ് നന്മ? ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണം, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ഇതൊരു നന്മയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമല്ല. നമ്മുടെ താഴെയുള്ള ആളുകളോട്, കഴിവില്ലാത്ത പ്രയാസപ്പെടുന്ന ആളുകളോട് നമ്മൾ കരുണ, കുട്ടികളോട് അതേപോലെ തന്നെ ഇവരോടൊക്കെ നമ്മൾ കരുണ, അതൊരു നന്മയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ, അനുഗ്രഹങ്ങളുള്ള ആൾക്കാരാണ് അല്ലെ? നമ്മളിൽ പലപ്പോഴും പല ആളുകളും നമ്മുടെ മുകളിലുള്ള ആളുകളിലേക്കാണ് നമ്മൾ നോക്കാറുള്ളത്. റസൂലുള്ളാഹി പറഞ്ഞു അത് പാടില്ല, താഴെയുള്ളവരിലേക്ക് നോക്കണം. അപ്പോഴാണ് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അത് നോക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവരോട് കരുണ കാണിക്കാൻ, അവരെ പരിഗണിക്കാൻ സാധിക്കും. അതാണ് നന്മ എന്ന് പറഞ്ഞാൽ. റസൂലുള്ളാഹി പറഞ്ഞു ഏറ്റവും ഉത്തമമായ നന്മ എന്താണെന്നറിയോ? ഖൈറുൻ നാസി അൻഫഅഹും ലിന്നാസ്. ആരാണ് മനുഷ്യരുടെ കൂട്ടിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരാരാ? നബി പറഞ്ഞു മനുഷ്യരിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്ന ആൾക്കാരാണ്. മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്നവരാരാ? അവരാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ, അവരാണ് ഏറ്റവും നന്മ ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹുമായി കൊണ്ടൊരു ബന്ധം വിശ്വാസിക്ക് ഉണ്ടാകണം. നമസ്കാരത്തിലൂടെ, സക്കാത്തിലൂടെ, ആ ഇബാദത്ത്, ആ ഒരു ബന്ധം മനുഷ്യനുണ്ടാകണം. അതോടൊപ്പം തന്നെ അവന്റെ സഹജീവികളോട് എന്ത് ചെയ്യണം? മനുഷ്യന് ബന്ധം ഉണ്ടാകണം. സഹജീവികളോട് ഒരു നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ വിശ്വാസികളായ ആളുകൾക്ക് സാധിക്കേണ്ടത്. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിജയികളായി മാറുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആത്മാർത്ഥമായ ഒരു വിശകലനം, ഒരു ആത്മാർത്ഥമായ ഒരു ആലോചന നമ്മൾ ഈ മേഖലയിൽ നടത്തണം. ഞാൻ യഥാർത്ഥത്തിലുള്ള വിശ്വാസിയാണോ? എനിക്ക് വിജയം വരിക്കാൻ പറ്റുമോ? ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ ആ വിജയികളുടെ കൂട്ടത്തിൽ ഈ 4 ഗുണങ്ങൾ പ്രാവർത്തികമാക്കി എനിക്ക് ഉൾപ്പെടാൻ സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഇല്ല എങ്കിൽ എവിടെയാണോ അപാകതയുള്ളത് അവിടെ നമ്മൾ പരിഹരിക്കണം. അപ്പൊ നന്മ ചെയ്യുന്ന മേഖലയിൽ കുറവുണ്ടോ? നമ്മൾ നന്മ ചെയ്യാൻ പരിശ്രമിക്കണം. അതേപോലെ തന്നെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഗഫ്ലത്തിലാണോ, ശ്രദ്ധയില്ലാത്തവരാണോ? റുക്കൂ ചെയ്യുന്ന, സുജൂദ് ചെയ്യുന്ന വിഷയത്തിൽ നമ്മൾ പിന്നിലാണോ? നോക്കൂ, നിങ്ങൾ ഒരു ദിവസം നമ്മൾ 17 തവണ നിർബന്ധമായും എന്ത് ചെയ്യണം? നമ്മൾ റുക്കൂ ചെയ്യണം. 17 റക്അത്ത് നമ്മൾ നിർബന്ധം നിസ്കരിക്കണം. ആ 17 റക്അത്ത്, അതേപോലെ തന്നെ അതിൽ ധാരാളം സുജൂദുകൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ദിവസം നമ്മൾ ചെയ്യണം. സുന്നത്ത് നമസ്കാരങ്ങൾ, അല്ലാഹുവുമായി ഏറ്റവും അടുക്കുന്ന സമയമാണ് ഇത് സുജൂദ് എന്നുള്ളത്. റബ്ബുമായി ഏറ്റവും അടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിനെ വിജയികളുടെ അടയാളമായി അള്ളാഹു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നിസ്കരിക്കുന്ന, സുജൂദ് ചെയ്യുന്ന, റുക്കൂ ചെയ്യുന്ന, നന്മ പ്രവർത്തിക്കുന്ന, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളെ നന്നായി പരിഗണിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ആളുകൾക്കാണ് വിജയം നേടിയെടുക്കാൻ സാധിക്കുക. അള്ളാഹു വിജയികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, 5 കാര്യങ്ങൾ ചെയ്യാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു രാത്രിയും നമ്മൾ ഉറങ്ങാൻ പാടില്ല. 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ ഒരു രാത്രിയും നമ്മൾ ഉറങ്ങാൻ പാടില്ല. എന്റെ വാചകമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ പ്രാവർത്തികമാക്കേണ്ട 5 കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്.
ഈ 5 കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സാധാരണ പണ്ഡിതന്മാർ പറയാറുള്ള വാചകമാണ്, 5 കാര്യങ്ങൾ ചെയ്യാതെ ഒരു ദിവസം പോലും നിങ്ങൾ ഉറങ്ങരുത്. സ്വാഭാവികമായി ഇത് കേൾക്കുമ്പോൾ ഏതൊക്കെയാണ് 5 കാര്യങ്ങൾ എന്ന് അറിയാൻ നമുക്കൊരു ആകാംക്ഷയുണ്ടാകും. ഞാൻ പറയുന്നത് ആ കേവലം ആകാംക്ഷകൾക്കപ്പുറം അടുത്ത വെള്ളിയാഴ്ച നമ്മൾ ജുമാക്ക് പള്ളിയിൽ വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, വെള്ളിയാഴ്ച നമ്മൾ ജുമാക്ക് വരുന്നത് ഉത്ബോധനങ്ങൾ കേൾക്കാനാണ്. പറയുന്ന എനിക്ക് മാറ്റം ഉണ്ടാകണം, കേൾക്കുന്ന നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകണം. കേവലം പറയുന്നയാളായി, ഒരു വാഹിദായി, ഒരു പ്രഭാഷകനായി ഞാൻ മാറുകയാണ് എങ്കിൽ ഈ ഖുത്ബ കൊണ്ട് യാതൊരു പ്രയോജനമില്ല. കേൾക്കുന്ന നിങ്ങൾ കേവലം ശ്രോതാക്കളായി മാറുന്ന ഒരവസ്ഥയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ റൊട്ടീൻ പ്രവർത്തനമായി വെള്ളിയാഴ്ച വരുന്നു, ഖുത്ബ കേൾക്കുന്നു, പറയുന്നു, പോകുന്നു, ഇതാണ് എങ്കിൽ നമ്മുടെ ഖുത്ബകൾ കൊണ്ട് പിന്നെ യാതൊരു പ്രയോജനമല്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ട 5 കാര്യങ്ങളാണ്. ഇതിൽ പല കാര്യങ്ങളും പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകും, അതവർ നിലനിർത്തണം. ഞാൻ പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ ഈ പള്ളിയിൽ എന്റെ ഖുത്ബ കേൾക്കുന്ന ആരിലെങ്കിലും ഇല്ല എങ്കിൽ സഹോദരങ്ങളെ, ഈ രാത്രി മുതൽ നമ്മൾ ഇന്ന് വൈകുന്നേര സമയം നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഞാൻ ഇന്ന് ഖുത്ബയിൽ കേട്ട കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് ആലോചിക്കുകയും തിരുത്തലുകൾ വരുത്തേണ്ട മേഖലയിൽ തിരുത്തുകയും വേണം. അതിലൊന്നാമത്തെ കാര്യം, വിത്ർ നമസ്കരിക്കാതെ ഉറങ്ങരുത് എന്നുള്ളതാണ്. വിത്ർ നമസ്കരിക്കാതെ ഉറങ്ങാൻ പാടില്ല. അപ്പൊ അത് പറയുമ്പോൾ ഒരു സംശയം സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ഉണ്ടാകും. ഞങ്ങളിൽ പല ആളുകളും തഹജ്ജുദ് നമസ്കരിക്കുന്നവരാണ്. തഹജ്ജുദ് നമസ്കരിക്കുന്ന ആളുകൾ അത് ചെയ്താൽ മതി, പ്രശ്നമല്ല. ഞാൻ പറയുന്നത് രാത്രി നമസ്കാരം എന്ന് പറയുന്ന നമസ്കാരത്തെ പരിഗണിക്കാത്ത ആൾക്കാരുണ്ട്, ജീവിതത്തിൽ പരിഗണിക്കാത്ത ആൾക്കാർ. റമദാനിൽ മാത്രം നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്, റമദാനിൽ മാത്രം നിസ്കാരമില്ല. റമദാനിൽ നിസ്കാരത്തിന് കൂടുതൽ കൂലിയുണ്ട്, അത് ശരിയാണ്. പക്ഷേ റമദാനിൽ മാത്രമായ ഒരു രാത്രി നമസ്കാരമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പറയുന്ന എല്ലാ ദിവസവും നിസ്കരിക്കണം എന്നാണ്. നിർബന്ധ നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം രാത്രി നിസ്കാരമാണ്. ആ രാത്രി നമസ്കാരത്തിൽ വിത്ർ നമസ്കരിക്കാതെ ഒരിക്കലും ഉറങ്ങാൻ പാടില്ല. ഇനി ഉറങ്ങുന്ന ആൾക്കാർ, ഇശാ നിസ്കാരം കഴിഞ്ഞ് ഉറങ്ങുന്ന ആൾക്കാർ തഹജ്ജുദ് എഴുന്നേറ്റ് നിസ്കരിച്ചാലും മതി. നമ്മൾ ഉറപ്പുവരുത്തേണ്ട എല്ലാ ദിവസവും വിത്ർ നമസ്കരിക്കുന്നവരുടെ ഗണത്തിൽ ഞാനുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ര. ഇന്നല്ലാഹ വിത്റുൻ, അല്ലാഹു ഏകനാണ്. വിത്റാണ്, വിത്ർ എന്ന് പറഞ്ഞ ഒറ്റ എന്നർത്ഥം. അല്ലാഹു ഒറ്റയാണ്, ഏകനാണ്. യുഹിബ്ബുൽ വിത്ര, അവൻ വിത്റിനെ, ഒറ്റയെ അവൻ ഇഷ്ടപ്പെടുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിനർത്ഥം എന്താ? ഈ തഹജ്ജുദ് നമസ്കാരം അല്ലെ ഖിയാമുൽ ലൈൽ, ആ രാത്രി നമസ്കാരം നിർവഹിക്കാതെ നമ്മൾ ഉറങ്ങരുത്. അപ്പൊ അത് നമ്മൾ ശീലമാക്കണം. ഞാൻ പറയാം, ഇന്നത്തെ ഖുത്ബയിൽ നമ്മളെല്ലാവരും മനസ്സറിഞ്ഞ് ശീലമാക്കുമെന്ന് തീരുമാനമെടുക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ വിഷയം, വുളൂ ചെയ്യാതെ ഉറങ്ങാൻ പാടില്ല. ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? വുളൂ ചെയ്യണം. സഹോദരൻ, വുളൂ ചെയ്യാൻ എത്ര സമയം വേണ്ടത്? വളരെ ചെറിയ ഒരു സമയം കൊണ്ട് നമുക്ക് വുളൂ ചെയ്യാൻ പറ്റും. വുളൂ ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാ? ഒരുപാട് മഹത്വങ്ങൾ. ഇൻഷാ അല്ലാഹ് ഒരു ഖുത്ബയിൽ നമുക്കത് മാത്രം വിശദീകരിക്കാം. അപ്പൊ നമ്മൾ പൂർണ്ണമായി പറയേണ്ട ഒരു നേരമല്ല. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? വുളൂ ചെയ്യുന്ന ആളുകളായിട്ട് മാറും. ഇത് വാജിബാണെന്നല്ല, പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശീലമാക്കിയാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം നമുക്കുണ്ട്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ നബി പറഞ്ഞു, മൻ ബാത താഹിറൻ ബാത ഫീ ശിആരിഹി മലകുൻ ഫലം യസ്തയഖദ് ഇല്ലാ ഖാല അൽ മലക് അല്ലാഹുമ്മ ഗഫിർ ലി അബ്ദി ഫുലാനൻ ഫഇന്നഹു ബാത താഹിറ. ഈ ഹദീസിന്റെ അർത്ഥങ്ങൾ നമ്മൾ ശരിക്കും പഠിച്ചിരുന്നെങ്കിൽ, ഒരുപക്ഷെ ഇത് പഠിച്ച അന്ന് മുതൽ നമ്മൾ ഈ വുളു എടുക്കാതെ നമ്മൾ ഉറങ്ങൂല. എന്താ ഈ ഹദീസിൽ പറയുന്നത്? ആരെങ്കിലും ശുദ്ധിയുള്ളവനായി അഥവാ വുളു ചെയ്തുകൊണ്ട് രാത്രി കഴിച്ചു കൂട്ടിയാൽ അവന്റെ കൂടെ ഒരു മലക്കുണ്ടാകുന്നതാണ്. അവന്റെ കൂടെ ഒരു മലക്കുണ്ടാകും. രാത്രി എന്ത് ചെയ്യും? അവന്റെ കൂടെ ഒരു മലക്കുണ്ടാകും. ആ മലക്ക് അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്നാണ്, അവന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരാ മലക്കുകൾ? അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ സൃഷ്ടികളാണ്, അള്ളാഹിന്റെ സാമീപ്യം ലഭിച്ച സൃഷ്ടികളാണ്. മലക്കുകളുടെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട്. മഹാനായ ഇബ്നു ബത്താൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകമാണ്, മലക്കുകളുടെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തിന് ഉത്തരം കിട്ടും. നോക്കൂ നിങ്ങൾ, നമ്മൾ വുളൂ ചെയ്താൽ 2-3 മിനിറ്റ് മതി വുളൂ ചെയ്യാൻ. അങ്ങനെ വുളൂ ചെയ്ത് എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വുളൂ ചെയ്ത് നമ്മൾ കിടന്നാൽ നേരം പുലരുവോളം മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സഹോദരങ്ങൾ, ഇത് എന്റെ വാചകമല്ലല്ലോ. റസൂലുള്ളാഹി ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. പക്ഷേ ഇത് പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മൾ എങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നവരാകുക? നമ്മൾ എങ്ങനെയാണ് ഈ ദീനിനെ സ്നേഹിക്കുന്ന ആളുകളാണെന്ന് പറയാൻ പറ്റുക? അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം.
ഉറങ്ങുന്ന സമയത്ത് വുളു എടുക്കാതെ ഉറങ്ങുന്നവർ ഈ പള്ളിയിലുണ്ട് എങ്കിൽ, ഇതിൽ കുട്ടികളുണ്ട്, എനിക്കറിയാം, പ്രായമുള്ള ആൾക്കാർ എല്ലാവരോടും കൂടെ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഈ ഖുത്ബയിലൂടെ നമ്മൾ പഠിക്കേണ്ട പാഠമാണ്. വുളു ചെയ്യാതെ ഒരു രാത്രി പോലും ഉറങ്ങില്ല നമ്മൾ തീരുമാനിക്കുക. അപ്പൊ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന് വിത്ർ നമസ്കരിക്കണം. രണ്ടാമതായി പറഞ്ഞത് ഉറങ്ങുന്നതിന് മുമ്പ് വുളു ചെയ്യണം. മൂന്നാമത്തെ കാര്യം, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. ആയത്തുൽ കുർസി ഓതാതെ എന്ത് ചെയ്യരുത്, ഉറങ്ങരുത്. നമ്മൾ സ്വന്തത്തോട് ചോദിച്ചു, ഞാൻ എണ്ണി പറഞ്ഞ 3 കാര്യങ്ങൾ കഴിഞ്ഞ രാത്രിയിൽ ആരൊക്കെ ചെയ്തു? ഇതറിയാത്ത ആളുകളാണ് നമ്മൾ, ഇത് പഠിക്കാത്തവരാണ് നമ്മൾ. കഴിഞ്ഞ രാത്രിയിൽ വുദുവോടുകൂടെ ഉറങ്ങി എത്ര ആൾക്കാരുണ്ട്? കഴിഞ്ഞ രാത്രിയിൽ ആയത്തുൽ കുർസി ഓതി എത്ര ആൾക്കാരുണ്ട്? കഴിഞ്ഞ രാത്രിയിൽ വിത്ർ നമസ്കാരം നിർവഹിച്ച് എത്ര ആൾക്കാരുണ്ട്? സഹോദരങ്ങളെ, കഴിഞ്ഞ റമദാനിന്റെ രാത്രികളിൽ 3 മണിക്കും 2 മണിക്കും ഒക്കെ എഴുന്നേറ്റ് നിസ്കരിച്ച ആൾക്കാരാണ് നമ്മളിൽ പല ആൾക്കാരും. അല്ലെ, പള്ളിയിൽ വന്ന് സുദീർഘമായി നിസ്കരിച്ച ആൾക്കാരാണ്. ഇശാ കഴിഞ്ഞ് മണിക്കൂറുകളോളം പള്ളിയിൽ വന്ന് നമസ്കരിച്ച ആൾക്കാരാണ്. സുജൂദ് ചെയ്യാൻ, റുക്കൂ ചെയ്യാൻ, സുദീർഘമായി നിൽക്കാൻ മനസ്സ് കാണിച്ചവരാണ്. ആ റമദാൻ കഴിഞ്ഞപ്പോ ഒരു 3 റക്അത്ത് പോലും നിസ്കരിക്കാൻ പറ്റാത്തവരാണ് എങ്കിൽ, രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയാത്തവരായി നമ്മൾ മാറിയിട്ടുണ്ട് എങ്കിൽ, എവിടെ നമ്മുടെ ഈമാൻ, എവിടെ നമ്മുടെ വിശ്വാസം? അതുകൊണ്ട് തന്നെ ഗൗരവമായി പരിഗണിക്കണം. ഞാൻ വെറുതെ എന്തെങ്കിലും ഒന്ന് പറയേണ്ടതെന്ന് കരുതിയിട്ടല്ല ഈ 5 കാര്യങ്ങൾ രണ്ടാമത്തെ ഖുത്ബയിൽ കൊണ്ടുവന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒന്നാമത് ഞാൻ പറഞ്ഞു, നമ്മുടെ വിത്ർ നമസ്കരിക്കണം, രാത്രി നമസ്കാരം. 2 വുദു ചെയ്യണം. 3 ആയത്തുൽ കുർസി. റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ അവൈത ഇലാ ഫിറാശിക ഫഖറ ആയത്തുൽ കുർസി. നിങ്ങൾ ആരെങ്കിലും വിരിപ്പിലേക്ക് ചെന്നാൽ ആയത്തുൽ കുർസി ഓതണം. നബിയുടെ കൽപ്പനയാണ്. നബി പറഞ്ഞു, ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിദൻ വലാ യഖറബക ശൈത്വാൻ ഹത്താ തുസ്ബിഹ. സുബ്ഹാനല്ലാഹ്. എന്താ നബിന്റെ വാചകം? അങ്ങനെ ഒരാൾ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ പ്രഭാതം വരെ അവനൊരു ഹാഫിദായി, സംരക്ഷകനായി അള്ളാഹു ഒരു മലക്കിനോടെ കൊടുന്നു വെക്കുന്നതാണ്. ആരെ കൊടുന്നേക്കുന്നത്? സംരക്ഷകനായിട്ട് ഒരു മലക്കിനെ അള്ളാഹു നമ്മുടെ അടുത്ത് കൊടുത്ത്. കേൾക്കുമ്പോൾ ആർക്കെങ്കിലും തോന്നുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാകും, ഒരു ഈമാൻ എന്തോ പ്രശ്നമുണ്ട്. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ വൈകല്യമുണ്ട്, നമ്മുടെ വിശ്വാസത്തിൽ പ്രശ്നമുണ്ട്. നോക്കൂ നിങ്ങൾ, പ്രവാചകന്റെ വാചകം, ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിദുൻ. അവനൊരു സംരക്ഷകൻ ഉണ്ടാവില്ല, അവനൊരു സംരക്ഷകൻ ഉണ്ടാകും, ഒരു ഹാഫിദ് ഉണ്ടാകും. പടച്ചൊരു മലക്കിനെ കൊടുത്തു വെക്കും. അടുത്ത വാചകം എന്താ? വലാ യഖറബക ശൈത്വാൻ ഹത്താ തുസ്ബിഹ. ഒരു പിശാചും പ്രഭാതം വരെ അവനെ സമീപിക്കൂല, ഒരു പിശാചു സമീപിക്കൂല. എന്താ വേണ്ടത്? ആയത്തുൽ കുർസി ഓതിയാൽ മതി. സഹോദരങ്ങൾ, ഇതൊക്കെ ചെയ്യാൻ എത്ര നേരം വേണം? ഞാൻ ഈ എണ്ണിപ്പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വളരെ കുറച്ച് സമയം മതി. 4മത്തെ കാര്യം, ഖുർആനിൽ നിന്നൊരു പേജെങ്കിലും ഓതാതെ രാത്രി ഉറങ്ങരുത്. അത് രാവിലെ ആകാം, ഉച്ചക്കാകാം, ഏത് സമയത്താണോ, ഒരു ദിവസം ഏറ്റവും മിനിമം ഒരു പേജെങ്കിലും ഓതുന്ന ആൾക്കാരാകണം നമ്മൾ. ഒരു പേജെങ്കിലും പാരായണം ചെയ്യാത്ത ആളുകളായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ മാറാൻ പാടില്ല. അപ്പൊ ഈ 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 5മത്തെ കാര്യം, ഒന്ന് സ്വയം വിചാരണ നടത്തുക. ഉറങ്ങുന്നതിന് മുമ്പ് സ്വയം വിചാരണ നടത്തുക. ഇന്നത്തെ സുബഹിന്റെ ജമാഅത്ത് എങ്ങനെയായിരുന്നു? ഇന്ന് സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത് നമസ്കാരം ലഭിച്ചോ? കാരണം എന്താ, സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം ആകാശ ഭൂമി ഈ ലോകത്തുള്ള എല്ലാ സാധനം ഒരു തുലാസിലിട്ട് സുബഹിന്റെ 2 റക്അത്ത് ഇട്ടാൽ കനം തൂങ്ങിയതാ സുബഹിന്റെ 2 റക്അത്ത്. അത്രയും മഹത്വമുള്ള 2 റക്അത്ത് നമ്മൾ നിസ്കരിച്ചോ? ചോദിക്കണം, മനസ്സിനോട് വിചാരണ നടത്തണം. നിസ്കാരത്തിന് ശേഷം 2, 3, 4 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആ അദ്കാറു ബഅദ സ്വലാ അത് നമ്മൾ ചൊല്ലിയോ? ചോദിക്കണം. പ്രഭാതത്തിലും പ്രദോഷത്തിലും നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ നിർവഹിച്ചോ? വസ്ത്രം ധരിച്ചവ പ്രാർത്ഥിച്ചോ? ബിസ്മി ചൊല്ലേണ്ട സമയങ്ങളിൽ ബിസ്മി ചൊല്ലിയോ? ഇസ്തിഹാദ നടത്തേണ്ട അഥവാ കാവൽ ചോദിക്കേണ്ട സമയങ്ങളിൽ കാവൽ ചോദിച്ചോ? പള്ളിയിൽ കയറിയപ്പോ വലത് കാലിനെയാണ് വെച്ചത്? ഇങ്ങനെ ഒരു ആത്മവിചാരണ നമ്മൾ നടത്തിയാൽ അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എണ്ണിപ്പറഞ്ഞ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ സഹോദരങ്ങളെ, നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും നമ്മുടെ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. ഞാൻ ഒരു വാചകം ചേർത്ത് വെക്കാം. എന്നാണോ ഇസ്ലാമിന്റെ ഷിആറുകൾ, ഇസ്ലാമിന്റെ നിയമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കി തുടങ്ങുന്നത്, അന്ന് അതുവരെ അനുഭവിക്കാത്ത ഒരു സന്തോഷം, അതുവരെ അനുഭവിക്കാത്ത ഒരു ആഹ്ലാദം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. റബ്ബിന്റെ സഹായം നമുക്കുണ്ടാകും. ആരാണോ അള്ളാഹുവിലേക്ക് അടുക്കുന്നത് അവനിലേക്ക് അള്ളാഹു ഓടി വരുമെന്നാണ്. ആരാണോ അള്ളാഹുവിലേക്ക് അടുക്കുന്നത് അവനിലേക്ക് അള്ളാഹു ഓടി വരും. സഹോദരങ്ങളെ, സമാധാനവും സന്തോഷവും ദീനിലാണ് കണ്ടെത്തേണ്ടത്. ദീനിന്റെ നിയമങ്ങൾ പാലിക്കുന്നതിലൂടെ നമുക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുമെന്നാണ് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പഠിക്കാൻ, ദീൻ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു അവധിക്കാലത്തേക്ക് പ്രവേശിക്കുകയാണ്. ഒരുപക്ഷെ ഇന്നും തിങ്കളാഴ്ചക്ക് അവസാനത്തെ പരീക്ഷകൾ കഴിഞ്ഞ്
ഒരു സുദീർഘമായ 2 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു അവധിക്കാലത്തേക്കാണ് നമ്മുടെ കുട്ടികൾ പ്രവേശിക്കുന്നത്. നല്ലൊരു ശ്രദ്ധ രക്ഷിതാക്കൾക്ക് മക്കളുടെ വിഷയത്തിൽ ഉണ്ടാകണം. ഈ അവധിക്കാലം അവരെങ്ങനെയാണ് ചെലവാക്കുന്നത്? ശരിയാണ്, കഴിഞ്ഞ ഒരു 10 മാസക്കാലം ഒരു പഠനത്തിലായിരുന്നു. അവന് പൂർണ്ണമായി ഒരു അവധി കൊടുക്കുന്നു, എല്ലാത്തിൽ നിന്നും മാറി ഒരു അവധി കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഈ അവധിക്കാലവും പരിപൂർണമായി അവരെ വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ തന്നെ തളച്ചിടുന്ന, നമ്മുടെ സ്വപ്നങ്ങൾ സഫലീകരിക്കാൻ വേണ്ടി അവരെ അങ്ങേയറ്റം പ്രയാസപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അവർക്ക് അവധിക്കാലമാണ് എന്ന പരിഗണന എന്ത് ചെയ്യണം? നമ്മൾ അവർക്ക് കൊടുക്കണം. രക്ഷിതാക്കള്, ഉമ്മമാരും ബാപ്പമാരും ഒക്കെ മക്കളുടെ കൂടെ കുറച്ച് സമയം വിനിയോഗിക്കാൻ സമയം കണ്ടെത്തണം. അതോടൊപ്പം തന്നെ മതപരമായ കാര്യങ്ങൾക്ക് ഒരു പ്രത്യേക ശ്രദ്ധ നമുക്കുണ്ടാകണം. ഒരുപക്ഷെ രാവിലെ മദ്രസയിൽ പോകാൻ പോലും നേരമില്ലാതെയാണ് നമ്മളിൽ പല ആളുകളുടെയും കുട്ടികൾ സ്കൂളിൽ പോകുന്നത്. ദീനിയായ കാര്യങ്ങൾ പലതും അവർക്ക് അറിയില്ല. അപ്പൊ നമ്മുടെ കുട്ടികളോടൊന്ന് വീട്ടിൽ ചെന്ന് മയ്യത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥന എന്ന് ചൊല്ലാൻ പറഞ്ഞാൽ പലർക്കും അറിയാൻ സാധ്യതയല്ല, അല്ലെ? അത്തഹിയാത്തും സ്വലാത്തും അതിനുശേഷമുള്ള പ്രാർത്ഥനകൾക്കൊന്ന് ചൊല്ലിത്തരാൻ പറഞ്ഞു നോക്കി. നിങ്ങളുടെ +2 പഠിക്കുന്ന, ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളൊക്കെ ഒന്ന് വിളിച്ചിരുത്തിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് ചെല്ലാൻ പറഞ്ഞു നോക്കി. അത് ചെല്ലാൻ പറഞ്ഞാൽ പല ആളുകൾക്കും അറിയില്ല. എന്താ കാരണം? അവർക്ക് അതിന് അവസരങ്ങൾ കിട്ടിയിട്ടില്ല. അവർക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അവധിക്കാലത്ത് അതിനുകൂടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കുട്ടികൾ മതപരമായ കാര്യങ്ങൾ പഠിച്ചു എന്ന്, പ്രത്യേകിച്ച് അനിവാര്യമായി പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തണം. നമ്മുടെ ഇതിന്റെ സമീപ പ്രദേശത്ത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി പല ക്യാമ്പുകളും നടക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾ 2, 3 ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി, 2, 3, 4 ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി, അതേപോലെ തന്നെ 5, 6, 7 ക്ലാസ്സിലെ, പിന്നെ അതിന് മുകളിൽ ഓരോ സെഷനായി തിരിച്ച് പല ക്യാമ്പുകൾ. നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതിന്റെ പുറത്തൊരു പോസ്റ്റർ ഉണ്ട്, അതൊന്ന് ഫോട്ടോ എടുത്ത് കൊണ്ടുക, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ അത് പോസ്റ്റ് ചെയ്യും. നമ്മുടെ കുട്ടികൾ അതിൽ ഏതിലാണ് ചേർക്കേണ്ടത്? 3 or 2 ദിവസമൊക്കെ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പാണ്. പലപ്പോഴും അത്തരം ക്യാമ്പുകളിൽ ഒരു അധ്യാപകനായി കുട്ടികളെ പഠിപ്പിക്കാൻ പല സന്ദർഭങ്ങളിൽ അവസരം കിട്ടാറുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ കുട്ടികൾക്ക് നഷ്ടം വരാത്ത, നമ്മുടെ കുട്ടികൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു ക്യാമ്പായിട്ട് മാറും. ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും പല കുട്ടികളൊക്കെ അവരിങ്ങനെ മാതാപിതാക്കളോടുള്ള കടമകളൊക്കെ പറയുമ്പോൾ അവരിങ്ങനെ കണ്ണുനീർ പൊഴിക്കുന്നത്, കരയുന്നത് കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് അറിയില്ല, അവരുടെ ഉമ്മാനി ബാപ്പാനെ എങ്ങനെ സ്നേഹിക്കേണ്ടവർക്ക് അറിയില്ല, അവർ പഠിച്ചിട്ടില്ല. അവരത് കേൾക്കുമ്പോഴാണ് അതിന്റെ വേദന അവർക്ക് മനസ്സിലാകുന്നത്. ഇത് കേൾക്കണ്ടേ നമ്മുടെ കുട്ടികൾ? അതുകൊണ്ട് അത്തരം ഒരു സാഹചര്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കണം. അതുകൊണ്ട് മക്കളുള്ള എല്ലാ രക്ഷിതാക്കളും, ഞാൻ ഇവിടുന്ന് ഓരോ ക്യാമ്പിന്റെ ഡീറ്റെയിൽ എണ്ണി പറയുന്നില്ല, നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ അവിടെ ബോർഡിലുണ്ട്. ബ്ലസ്സി എന്ന പേരിൽ, അതേപോലെ തന്നെ ജാലകം, ബട്ടർഫ്ലൈസ്, പല പേരുകളും കൊടുത്ത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി വിവിധ ക്യാമ്പുകൾ പുന്നയൂർക്കുളത്തുണ്ട്, കുന്നംകുളത്തുണ്ട്. പെൺകുട്ടികൾക്ക് വേണ്ടി സൽസബീൽ അറബി കോളേജ് ഒക്കെ നടക്കുന്നുണ്ട്. ഒരല്പം ത്യാഗം സഹിച്ചാലും 2 or 3 ദിവസങ്ങൾ നമ്മുടെ കുട്ടികൾ അത്തരം ക്യാമ്പുകളിൽ പങ്കെടുപ്പിക്കണമെന്ന് വളരെ സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളും ദീന് പഠിക്കാൻ സന്നദ്ധരാകണം. നമുക്കും ദീന് പഠിക്കുകയൊക്കെ വേണം. ആ ദീന് പഠിക്കാൻ ഒരുപാട് സാഹചര്യം. റമദാനിൽ കുറേ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. റമദാൻ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഖുർആൻ ക്ലാസ് നാളെ മുതൽ തുടങ്ങും. സാധിക്കുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണം. ഞാൻ ഒരാഴ്ചയിൽ ഒരു ഖുർആൻ ക്ലാസ്സിലെങ്കിലും പങ്കെടുക്കുന്ന ആൾക്കാരാകണം നമ്മൾ. അതോടൊപ്പം തന്നെ 2-ാം തീയതി ഏപ്രിൽ 2 വ്യാഴാഴ്ച നമ്മുടെ ഈ പള്ളിയിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു പഠന ക്ലാസ് ഉണ്ട്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ നീണ്ടു നിൽക്കുന്ന പഠന ക്ലാസ്. ആ ക്ലാസ്സിൽ ആളുകൾ രജിസ്റ്റർ ചെയ്തവർക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ. അതിൽ രജിസ്റ്റർ ചെയ്ത് വരണം. കാരണം അവർക്ക് ഭക്ഷണം ഒരുക്കണം. ബഹുമാന്യനായ ഫദലുൽ ഹഖ് ഉമരി അദ്ദേഹമാണ് ആ ക്ലാസ്സിന് നേതൃത്വം കൊടുക്കുന്നത്. ഉസൂലു സിത്ത എന്ന് പറയുന്ന വളരെ അടിസ്ഥാനപരമായ ഒരു വിശ്വാസി പഠിക്കേണ്ട ഒരു ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയുള്ള പഠന ക്ലാസ്സാണ്. അപ്പൊ ആ ക്ലാസ്സിൽ എന്ത് ചെയ്യുക? സാധിക്കുന്ന ആളുകളൊക്കെ പങ്കെടുക്കുക. പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ പങ്കെടുക്കാം. അതിന്റെ വിശദ വിവരങ്ങളൊക്കെ നമ്മുടെ പള്ളിയുടെ ഗ്രൂപ്പിലുണ്ട്. പള്ളിയുടെ ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചേരണമെന്ന് കൂടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ പരിപൂർണമായി ലഭിക്കുന്ന സമയങ്ങളും സന്ദർഭങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ദീനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളുടെ അല്ലാഹുവർക്ക് സ്വാലിഹികളായ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ അല്ലാഹുവർക്ക് അവരുടെ കടങ്ങൾ തീർത്തു കൊടുക്കുമാറാകട്ടെ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു ജോലി നൽകി അവർ അനുഗ്രഹിക്കുമാറാകട്ടെ. നിരപരാധികളായി ജയിലുകളിൽ കഴിയുന്ന ആയിരക്കണക്കിന് സഹോദരങ്ങൾ അല്ലാഹുവർക്ക് മോചനം നൽകുമാറാകട്ടെ. യുദ്ധത്തിന്റെ കെടുതി കൊണ്ട് പ്രയാസപ്പെടുന്ന 10,000-കണക്കിന് മനുഷ്യർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അല്ലാഹുവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين.